ഇടതോരം ചാഞ്ഞ NSSന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ അമ്പരന്ന കോൺഗ്രസ് നേതൃത്വം അനുനയ നീക്കത്തിന്. സമവായ ശ്രമങ്ങൾ കോൺഗ്രസ് അനൌദ്യോഗികമായി തുടങ്ങി. NSSനെ പിണക്കേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റേത്. ശനിയാഴ്ച പ്രതിനിധി സഭയിൽ NSSന്റെ രാഷ്ട്രീയ നിലപാട് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിശദീകരിക്കും. അതേസമയം നേതൃത്വം ആവശ്യപ്പെട്ടാൽ NSSുമായി ചർച്ച നടത്താൻ തയ്യാറെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 24നോട് പറഞ്ഞു. സാമുദായിക സംഘടനകൾക്ക് അവരുടെ നിലപാട് സ്വീകരിക്കാമെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. നായർ സർവീസ് സൊസൈറ്റിയായിട്ട് തർക്കം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയേ വേണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ തർക്കത്തെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനെ ഒരു തർക്കത്തിന് വേണ്ടി ഞങ്ങൾ പോകുന്ന പ്രശ്നവുമില്ല. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡാണ് ഇവിടുത്തെ തർക്ക വിഷയം. ഗവൺമെൻറ് എന്താ അവരുടെ പഴയ നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാനുള്ള പരിശ്രമം ഉണ്ടാക്കിയതാണ്. അങ്ങനെ മാറിയിട്ടുണ്ട് എങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഹൈക്കോടതിയിലെ അഫിഡവിറ്റ് മാറ്റണം. ലീഡർഷിപ്പ് ആവശ്യപ്പെട്ടാൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ സുകുമാരൻ നായർ നേരിട്ട് പോയി കാണാനുള്ളൊരു അതൊക്കെ വരട്ടെ. അതൊക്കെ പാർട്ടി ലീഡർഷിപ്പാണ് പറയേണ്ടത്. ഞാൻ അതിനകത്ത് ഡയറക്റ്റായിട്ടൊരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, സാമുദായിക സംഘടനകൾക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് അവരുടെ അവകാശമാണ്. അതിനോട് ചിലപ്പോൾ യോജിക്കാൻ കഴിയും, ചിലപ്പോൾ യോജിക്കാം. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശബരിമല വിഷയത്തിൽ പാർട്ടി തുടക്കം മുതലെടുത്ത ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. മന്നൻ ജയന്തി ദിവസമാണ് 2 യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തിൽ എത്തിച്ചു. ആ വിവരം മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അത് തെറ്റാണെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ നടത്തിയ ഒരു പ്രവൃത്തിയെയും ആർക്കും വെള്ളപൂശാൻ കഴിയില്ല. സലിം മാലിക്, ഒപ്പം തന്നെ ബി ദിലീപ് കുമാർ വിശദാംശങ്ങളുമായി. ആദ്യം സലിം മാലിക്കിലേക്കാണ്. സലിം, ഈ കാര്യത്തിൽ NSSനെ വിമർശിക്കേണ്ടതില്ല എന്ന നിലപാട് നേരത്തെ തന്നെ കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളതാണ്. പല പ്രതികരണങ്ങൾ വരുമ്പോഴും അവർ മൃദുവായ രീതിയിൽ പ്രതികരിക്കുകയാണ്. അവിടെയൊക്കെ സർക്കാരിനെ തുറന്നു കാട്ടുക എന്നതാണ് ഈ നേതാക്കളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താകും തുടർ നീക്കങ്ങൾ? ഒരു അനുനയ നീക്കത്തിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? NSS ആസ്ഥാനത്ത് ചെന്നുകൊണ്ട് NSSുമായി അടുപ്പമുള്ള നേതാക്കൾ എന്തെങ്കിലും അനുനയ നീക്കങ്ങൾ നടത്താനുള്ള സാധ്യത അതൊക്കെയാണോ ഇനി അവശേഷിക്കുന്നത്? സലിം, അനുജ, ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ NSS സ്വീകരിച്ചിട്ടുള്ള നിലപാട് കോൺഗ്രസ് വലിയ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ SNDPയുടെ പിന്തുണ ഏറെക്കാലമായി കോൺഗ്രസിന് ഇല്ലാത്ത പശ്ചാത്തലത്തിൽ കൂടി NSSനെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലവിലെ തീരുമാനം. അതുകൊണ്ട് തന്നെ പരസ്യ പ്രസ്താവനകളിലൂടെ NSSനെ പ്രകോപിപ്പിക്കരുത് എന്ന പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും നിലയിലുള്ള അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും മയപ്പെടുത്തി വേണം അഭിപ്രായം പറയാൻ എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ NSSുമായി അടുപ്പമുള്ള നേതാക്കളെ കൂട്ടി NSS ആസ്ഥാനത്ത് ചെന്നും അതല്ലാതെയുമുള്ള ചർച്ചകൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഔദ്യോഗിക സ്വഭാവത്തിലായിരിക്കില്ല ഈ ചർച്ചകളൊന്നും. അനൌദ്യോഗിക സ്വഭാവത്തിലുള്ള ചർച്ചകൾ നടത്തുകയും NSSനെ അനുനയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിനായി അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ഒരു പട്ടിക തന്നെ കോൺഗ്രസ് തയ്യാറാക്കുകയും KPCC അധ്യക്ഷൻ ഓരോരുത്തരെയായി നേരിട്ട് വിളിച്ച് സുകുമാരൻ നായരോട് സംസാരിക്കണമെന്നതുൾപ്പെടെയുള്ളവ ആവശ്യപ്പെടുകയും ചെയ്യും. അതും നീട്ടിക്കൊണ്ടുപോവുകയല്ല, വളരെ വേഗത്തിൽ തന്നെ ആ ചർച്ച നടക്കണം എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതിന് കാരണം ഏത് സാഹചര്യത്തിലാണ് NSS ഈ നിലയിൽ ഒരു കോൺഗ്രസ് വിമർശനവും ഒപ്പം സർക്കാർ അനുകൂല നിലപാടും സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. കാരണം കോൺഗ്രസിനോടൊരു ശരിദൂരം എന്ന സമീപനമായിരുന്നു NSS കഴിഞ്ഞ കാലം വരെയും സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആര് എന്നതാണ് കോൺഗ്രസിൽ നടക്കുന്ന തർക്കം എന്ന് സുകുമാരൻ നായർ പറഞ്ഞത് മറ്റേതെങ്കിലും ലക്ഷ്യത്തോടു കൂടിയാണോ എന്നുള്ള വിലയിരുത്തലുമുണ്ട്. നിലവിലെ പ്രതിപക്ഷ നേതാവായ VD സതീശനെതിരായ കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് NSSന്റെ ഇപ്പോഴത്തെ നിലപാട് മാറ്റം എന്നുള്ള വിലയിരുത്തലും പാർട്ടിക്കകത്തുണ്ട്. പക്ഷേ അത്തരം ചർച്ചകളിലേക്കൊന്നും ഇപ്പോൾ കടക്കേണ്ടതില്ല എന്ന നിർദ്ദേശം കൂടി നേതൃത്വം നൽകിയിട്ടുണ്ട്. ആദ്യത്തെ അജണ്ട NSSന്റെ നേതൃത്വത്തെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ പിണക്കങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുകയും സമദൂരമെങ്കിൽ സമദൂരം, പക്ഷേ കോൺഗ്രസിനൊപ്പം ശരിദൂരം എന്ന നിലപാട് സ്വീകരിപ്പിക്കുകയും വേണം. അതിന് പിന്നാലെ ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയതിന്റെ പശ്ചാത്തലവും വേരുകളും തേടി പോകാം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. എന്തായാലും ഗൗരവത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ തുടങ്ങിക്കഴിഞ്ഞു. അനുനയത്തിനുള്ള നീക്കങ്ങളും ശ്രമങ്ങളും ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞു. അനുജ, അതാണിപ്പോൾ ഈ വിഷയത്തിൽ BJPയും കോൺഗ്രസും ഒന്നാകെ ഒരു ആശങ്കയിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് NSSന്റെ ഈ നിലപാട് മാറ്റത്തിൽ. ബി ദിലീപ് കുമാർ കൂടിയുണ്ട്.
ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, ഈ വിഷയത്തിൽ നമുക്കറിയാം സമദൂരം എന്നൊക്കെയുള്ളത് NSSന്റെ കാലങ്ങളായുള്ള പ്രഖ്യാപിത നിലപാടാണ്. ചില സമയത്ത് അത് ശരിദൂരത്തിലേക്കൊക്കെ മാറാറുണ്ട് എങ്കിൽ പോലും. പക്ഷേ ഇത് ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം ഈ അടുത്ത കാലത്ത്, മുൻപ് നാരായണ പണിക്കരുടെ കാലത്ത് NDP UDF നിന്ന് മാറുന്ന സമയത്ത് ഒക്കെ അങ്ങനെ EMSന്റെ നേതൃത്വത്തിലൊക്കെ ചില നീക്കങ്ങളൊക്കെ നടന്നിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ആ സമയത്ത് ആണ് ഇതിലൊരു സമദൂരം എന്ന തരത്തിലേക്ക്, ശരിദൂരം, തുല്യത എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അത് സമദൂരമായി മാറുന്ന അങ്ങനെയൊക്കെയുള്ള ചില ഘട്ടങ്ങൾ, അത് വളരെ മുൻപ് നടന്ന ചില കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു നിലപാട് NSS കൈക്കൊണ്ടതായി നമുക്കറിയില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട് ശരിയാണ്, അത് ആചാര വിഷയത്തിലാണെങ്കിൽ പോലും ശരിയാണ് എന്ന് പറയുകയും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പല കുറി, ഒന്നിലേറെ തവണ നിലപാട് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുകയാണ് ജി സുകുമാരൻ നായർ. അത് BJPക്കും കോൺഗ്രസിനും ഒരുപോലെ ആശങ്കയുണ്ടാക്കുന്നതാണ്. പക്ഷെ തുറന്നൊരു വിമർശനത്തിന് ഇവരാരും മുതിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ എങ്ങനെയാണ് സർക്കാർ ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാണിച്ചിരിക്കുന്നത് എന്നത് ഓരോ ഘട്ടത്തിലും തുറന്നു പറയാൻ ഈ നേതാക്കളൊക്കെ മാധ്യമങ്ങളിലൂടെ ശ്രമിക്കുന്നുണ്ട്. അത് നേരിട്ട് കൂടി ബോധ്യപ്പെടുത്താനൊക്കെയുള്ള നീക്കത്തിലേക്ക് ഇനി കോൺഗ്രസ് കടക്കുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? ഇത് രണ്ട് പാർട്ടികൾക്കും നൽകിയിരിക്കുന്നത് ചെറിയ ഒരു ആശങ്കയല്ലല്ലോ. അനുജ, നായർ ഡെമോക്രാറ്റിക് പാർട്ടി ശിഥിലമായതിനു ശേഷം ഏതാണ്ട് 80കളുടെ അവസാനത്തോടു കൂടിയാണ് NSS സമദൂരം എന്ന നിലപാടിലേക്ക് മാറിയത്. NDP നേരത്തെ UDFിലെ സഖ്യകക്ഷിയായിരുന്നു. അതിനുശേഷം സമദൂരം എന്ന നിലപാടിലേക്ക് NSS എത്തുന്നു. അത് ചില ഘട്ടങ്ങളിലൊക്കെ സമദൂരം വിട്ട് ശരിദൂരം എന്ന നിലപാടിലൊക്കെ NSS പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ NSS പറഞ്ഞിരുന്നതും ആവർത്തിച്ചിരുന്നതുമൊക്കെ സമദൂരം ഏതായാലും കൈവിടാൻ സമയമായിട്ടില്ല എന്നാണ്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെയും NSS നേതൃത്വം അതേ നിലപാട് ആവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായി സമദൂരം എന്ന നിലപാട് തുടരും. പക്ഷേ സർക്കാരിനെ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പിന്തുണയ്ക്കാണ് NSS ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ആ പിന്തുണ തുറന്നുള്ള ഒരു പിന്തുണ എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ NSSന്റെ ഈ നിലപാട് മാറ്റത്തിന് വളരെ പ്രസക്തിയുണ്ട്. മാത്രമല്ല SNDP യോഗത്തിന്റെ നേതൃത്വം നേരത്തെ തന്നെ സർക്കാരുമായി ഒത്തുപോകുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ ആ നിലപാട് പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ SNDP നേരത്തെ ഇടത് അനുകൂല നിലപാട് SNDP നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നെങ്കിലും BDJS എന്ന രാഷ്ട്രീയ പാർട്ടിയൊക്കെ SNDP നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടി വന്നെങ്കിൽ പോലും പല നിർണായക ഘട്ടങ്ങളിലും SNDP യോഗ നേതൃത്വം സർക്കാരിനൊപ്പമായിരുന്നു. അത് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലടക്കം വ്യക്തമായിരുന്നതാണ്. പിന്നീട് നവോത്ഥാന സമിതി രൂപീകൃതമാവുകയും അതിൻ്റെ തലപ്പത്ത് വെള്ളാപ്പള്ളി നടേശൻ വരുന്നതുമൊക്കെ കേരളം കണ്ടതുമാണ്. ഇപ്പോൾ ഇതാ NSS നേതൃത്വത്തെ കൂടി ഒപ്പം കൊണ്ടുവരുന്നതിന് സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചങ്ങനാശ്ശേരിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ജി സുകുമാരൻ നായരെ നേരിട്ടെത്തി കാണുകയും അന്ന് ചില ചർച്ചകളൊക്കെ തുടങ്ങി വയ്ക്കുകയും ചെയ്യുന്നു. തുടർന്ന് ദേവസ്വം മന്ത്രി VN വാസവനാണ് ഇക്കാര്യത്തിൽ വളരെ സജീവമായ ചർച്ചകൾ NSS നേതൃത്വവുമായി പല ഘട്ടങ്ങളിലും നടത്തി വന്നിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ SNDP യോഗ നേതൃത്വവും NSSുമായി ചില കാര്യങ്ങളിൽ അകൽച്ചയുണ്ടായിരുന്നു. അതിനു മുമ്പ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ ഒത്തുചേർത്തുകൊണ്ടുള്ള ഒരു വിശാലമായ ഹിന്ദു പ്ലാറ്റ്ഫോം എന്ന നിലയിലായിരുന്നു നേതാക്കളൊക്കെ ചോദിക്കുന്ന. അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും സർക്കാർ ഇതിൽ കാണിക്കുന്നത് കാപട്യമാണ് എന്ന് പറയുകയാണ്. ഒപ്പം കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നു. ആചാരലംഘനം, അത് തെറ്റായിപ്പോയെന്ന് പറയാൻ അവർ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നു. സത്യവാങ്മൂലം അത് പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ആ തെറ്റുകൾ അത് തുറന്നു കാണിക്കുക, മാധ്യമങ്ങളിലൂടെ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നേരിട്ട് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണോ മുന്നിലുള്ള ഏകമാർഗം? പക്ഷേ അത് എത്രത്തോളം ഇനി സാധ്യമാണ് എന്നൊരു ചോദ്യവും ഉണ്ടല്ലോ. കാരണം ജി സുകുമാരൻ നായരുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. അനുജ, ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമ്പരന്നിരിക്കുകയാണ്. കാരണം NSSന്റെ ഇത്തരത്തിലുള്ള ഒരു നിലപാട്, ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനെടുത്ത നിലപാട്, അതിനുശേഷം സർക്കാരിന് ആ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ തുറന്ന് പിന്തുണ നൽകാൻ സ്വീകരിച്ച നിലപാട്, അതിലൊക്കെ UDF നേതൃത്വം ശരിക്കും അമ്പരന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനൗദ്യോഗികമായ ചില ചർച്ചകൾ NSS നേതൃത്വവുമായി നടത്തുന്നതിനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. തുറന്ന് എതിർക്കേണ്ടതില്ല NSSന്റെ നിലപാടിനെ എന്ന ധാരണയും കോൺഗ്രസ് നേതാക്കളുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ NSS നേതൃത്വവുമായി നല്ല ബന്ധമുള്ള ചില നേതാക്കളെ ഈ ചർച്ചയ്ക്ക് നിയോഗിക്കുക, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലെയുള്ളവർ
ഉൾപ്പെടെയുള്ളവരെ ഇത്തരം ചർച്ചകൾക്കായി നിയോഗിക്കുക. ഇനി ഹൈക്കമാൻഡ് തലത്തിൽ ആ നിലയിൽ ഉള്ള പ്രതിനിധി ചർച്ചയ്ക്ക് ആവശ്യമെങ്കിൽ അതും ഉപയോഗിക്കുക എന്നതാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഏതായാലും സർക്കാരിനൊപ്പം നിലവിൽ ഈ ശബരിമല വിഷയത്തിൽ തുറന്ന പിന്തുണയുമായി NSS നേതൃത്വം വന്ന സാഹചര്യത്തിൽ അവരുടെ രാഷ്ട്രീയ നിലപാട് ഒരുപക്ഷെ ഈ ശനിയാഴ്ച ചേരുന്ന NSSന്റെ പ്രതിനിധി സഭാ യോഗത്തിൽ G. സുകുമാരൻ നായർ വിശദീകരിക്കുമെന്നാണ് അറിയുന്നത്. ഇല്ലെങ്കിൽ NSSന്റെ മുഖപത്രമായ സർവീസിലൂടെ NSSന്റെ രാഷ്ട്രീയ നിലപാട് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രഖ്യാപിച്ചേക്കും. അനുജ, അതാണ് തുടർ പ്രഖ്യാപനങ്ങൾ ഈ കാര്യത്തിലൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് NSS നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.